ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച. മത്തായി 13:54 മുതൽ 58 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ അൽഫോൺസസ് ലിഗോറിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. 1696 സെപ്റ്റംബർ 27 ഇറ്റലിയിലെ നേപ്പിൾസിനടുത്ത് ഒരു സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു അഭിഭാഷകനായി പരിശീലനം നേടി കുറച്ച് വർഷങ്ങൾ ഈ തൊഴിൽ ചെയ്തു. പിന്നീട് ഒരു പുരോഹിതനാകാൻ തീരുമാനിച്ചു. നേപ്പിൾസിലെ ഭവനരഹിതരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ യുവാക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. വിദൂര ഗ്രാമപ്രദേശങ്ങളിലെ തിരസ്കരിക്കപ്പെട്ട ആളുകളെ ശുശ്രൂഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 1732 അദ്ദേഹം റിഡംപ്റ്ററിസ് സഭ അല്ലെങ്കിൽ ദിവ്യരക്ഷക സഭ എന്ന സന്യാസ സഭ സ്ഥാപിച്ചു. ഇന്ന് ലോകമെമ്പാടും 80-ലധികം രാജ്യങ്ങളിൽ ഈ സഭാംഗങ്ങൾ പ്രവർത്തിക്കുന്നു. വിശുദ്ധ അൽഫോൺസസ് ഒരു മികച്ച എഴുത്തുകാരനായിരുന്നു. 111 കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അവയിൽ പലതും മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നിരവധി പതിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ദൈവശാസ്ത്രത്തിൻ്റെയും ആത്മീയതയുടെയും വളരെ വ്യാപകമായി വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനായി. ദൈവസ്നേഹത്തിൽ വളരാൻ ആളുകളെ സഹായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത നിരവധി ധാർമ്മിക ദൈവശാസ്ത്ര വാല്യങ്ങൾ അദ്ദേഹം എഴുതി. ദൈവത്തിൻ്റെ കരുണയും അനുകമ്പയും അദ്ദേഹത്തിൻ്റെ രചനകളിൽ സ്ഥിരമായ വിഷയങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസക്തമായ ചില രചനകളാണ് ദ ഗ്ലോറീസ് ഓഫ് മേരി, ദിവ്യകാരുണ്യ സന്ദർശനം, കുരിശിൻ്റെ വഴി, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആചാരം എന്നിവ. ആത്മീയതയിൽ വിശുദ്ധ അൽഫോൺസസ് ക്രിബിനും കുരിശിനും ദിവ്യകാരുണ്യത്തിനും വലിയ പ്രാധാന്യം നൽകി. ദൈവപുത്രൻ മനുഷ്യനായി തീർന്നെന്ന മഹത്തായ സത്യത്തെയാണ് ക്രിബ് പ്രതിനിധീകരിക്കുന്നത്. കുരിശ് തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ പ്രതിനിധീകരിക്കുന്നു. കുർബാനയിൽ നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ അതുല്യമായ സാന്നിധ്യമാണ് നാം കാണുന്നത്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ അൽഫോൺസസ് മാസത്തിലെ ഓരോ ദിവസത്തിനും ഒരു പ്രത്യേക പ്രാർത്ഥന പുസ്തകം തന്നെ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് എഴുതി. ജീവിതത്തിലുടനീളം പ്രാർത്ഥന ഒരു നിരന്തരമായ പരിശീലനമായിരുന്നു അദ്ദേഹത്തിന്. ഒരിക്കൽ അൽഫോൺസസ് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവൻ രക്ഷിക്കപ്പെടും, പ്രാർത്ഥിക്കാത്തവൻ നഷ്ടപ്പെടും. ഇന്നത്തെ സുവിശേഷത്തിൽ സ്വന്തം ജനങ്ങളിൽ നിന്ന് യേശു എങ്ങനെയാണ് നിരസിക്കപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ അൽഫോൺസസിനെ കുറിച്ചും ഇത് തന്നെ പറയാം. തുടക്കത്തിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം ആന്തരികവും ബാഹ്യവുമായ നിരവധി ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ടു. അൽഫോൺസസിൻ്റെ ജീവിതത്തിൽ അവസാന വർഷങ്ങൾ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. വേദനാജനകമായ ഒരു രോഗം അദ്ദേഹം സഹിച്ചു. സ്വന്തം സഭയിൽ നിന്നുള്ള പീഡനങ്ങൾ നേരിട്ടു. സഭയ്ക്ക് പുറത്താവുന്നതിന് പോലും അത് ഇടയാക്കി. ഈ പരീക്ഷണങ്ങൾക്കിടയിലും ആത്മീയ വളർച്ചയ്ക്കും വിശുദ്ധീകരണത്തിനുമുള്ള അവസരങ്ങളായി അദ്ദേഹം തൻ്റെ വിശ്വാസത്തിൽ അചഞ്ചലനായി തുടർന്നു. 1787 ഓഗസ്റ്റ് 1 91 വയസ്സിൽ അദ്ദേഹം ഈ ലോകജീവിതത്തോട് യാത്ര പറഞ്ഞു. 1839 ഗ്രിഗറി 16 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1871 പയസ് 9 മാർപ്പാപ്പ അദ്ദേഹത്തെ സഭയുടെ ഡോക്ടറായി പ്രഖ്യാപിച്ചു.
1950 പയസ് 12 മാർപ്പാപ്പ അദ്ദേഹത്തെ ധാർമ്മിക ദൈവശാസ്ത്രജ്ഞന്മാരുടെയും കുമ്പസാരക്കാരുടെയും മധ്യസ്ഥനായി നാമനിർദ്ദേശം ചെയ്തു. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ അൽഫോൺസസ് ലിഗോറെ വിശേഷിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ജനങ്ങളുടെ ഉറ്റ സുഹൃത്ത്, ഏറ്റവും തിരസ്കരിക്കപ്പെട്ട ആത്മാക്കളെ തേടിപ്പോയൊരു മിഷണറി, എളിയവർക്ക് അനുകൂലമായി ഒരു സമൂലമായ ഓപ്ഷൻ നൽകുന്ന ഒരു ഗ്രൂപ്പ് ആഗ്രഹിച്ച സഭാസ്ഥാപകൻ, എല്ലാവർക്കും വേണ്ടി തൻ്റെ വാതിൽ തുറന്നിട്ട ഒരു ബിഷപ്പ്, ആളുകൾക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു എഴുത്തുകാരൻ. തീർച്ചയായും വിശുദ്ധ അൽഫോൺസ് ലിഗോറി സഭയിൽ ഒരു ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ തിരുനാൾ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, റെഡംപ്റ്ററിസ്റ്റ് ഫ്രം കേരള.